ഇതാണ്ട മരിച്ചു കിടക്കുമ്പോഴും ബീർ കുടിക്കണവര് ഫൈറ്റ് ഹൗസ് പോലെ ഇങ്ങനെ പണിത് വെച്ചിരിക്കണ നോക്കിയാണ്ടാ. ആള് ജനിച്ചാലും മരിച്ചാലും എന്തായാലും ഇവർക്ക് വെള്ളയടിയാ. പെറു എന്ന് പറഞ്ഞാൽ അത്ര സാമ്പത്തികമായി ഞങ്ങൾ പുറകിലാണെങ്കിലും മറ്റു പല കാര്യങ്ങളും മരിച്ചു കിടക്കുമ്പോ ചമ്മഞ്ഞന്നെ കിടക്കണോ അപ്പന്മാർക്ക് കുടിക്കാൻ ഇതാ കുപ്പിവരട്ടാ. കൊച്ചുമക്കള് വരച്ച് കൊണ്ടുവച്ചിരിക്കുന്നതാണ്. അല്ല ഇവര് ഈ നമ്മുടെ നാട്ടില് വാശിക്ക് വീട് വെക്കുന്ന പോലെ ഇവിടെ ആൾക്കാർ വാശിക്ക് സിമിത്തേരി പണിയണട്ടാ. അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മൾ മരിച്ചു കിടക്കുമ്പോ ഈ സിഗരറ്റ് വലിച്ചുകൊണ്ടേ ഇരിക്കണം. 6-8 മണിലല്ല ഉറങ്ങണ, 6 മണിലല്ല, ഒരു കൊട്ടാരത്തിന്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങണ. ചെറിയ കൊട്ടാരത്തിനകത്ത് ദരിദ്രനായിട്ട് മരിച്ച് ധനവാനായിട്ട് കല്ലറയില് ഉറങ്ങണ ഒരു കൂട്ടം സമൂഹത്തിന്റെ ഒരു കഥയാണ് നമ്മളെന്ന് പറയാൻ പോണത്. നമ്മൾ ഇതുവരെ ലോകത്ത് സഞ്ചരിച്ച് കാണാത്ത ഒരു സിമിത്തേരി കാണിക്കാനാണ് പോണത്. നമ്മുടെ കൂടെ അന്തു അച്ഛനൊക്കെ ഉണ്ട്. ഇവിടെ ധന്യവനായിട്ട് ഉറങ്ങി കിടക്കുന്നവരൊക്കെ. അതെ, ദരിദ്രനായിട്ട് പട്ടിണി മുഖത്ത് കിടന്ന് ഉറങ്ങിട്ട് എന്നൊരു സംഭവം അതെന്ന് പറഞ്ഞ മനസ്സിലാവുന്ന പെരുവിന്റെ ട്രഡീഷൻ അനുസരിച്ച് ജീവിക്കുമ്പോ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, മരിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് കിടക്കണം. അല്ലെങ്കിൽ പറ്റില്ല. അപ്പൊ എന്തൊക്കെ അവരുടെ ഇതനുസരിച്ച് ഇറ്റേണൽ സ്ലീപ്പ് ആണല്ലോ. അപ്പൊ നന്നായിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ജീവിക്കുമ്പോ ഒന്നും ഇല്ലേ പോലും ഈ മരുഭൂമിയുടെ ഉള്ളില് ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ മരിച്ചു കഴിയുമ്പോ സമാധാനമായിട്ട് ഇത്രയും നാളും ജോലി ചെയ്തൊക്കെ അല്ലേ, ശാന്തമായിട്ട് ഉറങ്ങാനായിട്ട് അവർക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളവും ബിയറും എല്ലാം കൂടി ഉണ്ട്, ഭക്ഷണവും എല്ലാ സാധനവും അവർ വെച്ചു കൊടുക്കും. അവർ വരുമ്പോ ഈ ബർത്ത്ഡേക്കും അവരുടെ ആനിവേഴ്സറിക്കും പിന്നെ November 1 ഓൾ സോൾസ് ഡേക്കും ഒക്കെ വരുമ്പോൾ എല്ലാ സാധനവും വെച്ചിട്ട് പോകും. അവരിടയ്ക്കിടയ്ക്ക് വരും, ഞായറാഴ്ചകളിൽ വരും. അപ്പൊ അങ്ങനെ ഒരു സിമിത്തേരിയിലേക്കാണ്, ഒരു തറവാട്ടിലേക്ക് എല്ലാം പോലെ വന്നു പോകണം. അതെ, അത് നമ്മുടെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോ അപ്പനമ്മയ്ക്ക് എല്ലാം കൊടുക്കണമെന്നാണ്. ഇവർക്ക് അങ്ങനെയല്ലേ, ജീവിച്ചിരിക്കുമ്പോ അവര് തിരിഞ്ഞു നോക്കത്തില്ല. ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടെ അവർക്ക് കുടിക്കാനുള്ളത് ഇന്നുള്ളത് കൊണ്ട് വെച്ചിട്ട് അവരുടെ ആചാരം. അപ്പൊ നമ്മളൊരു സിമിത്തേരി, ഓരോ കല്ലറ ഒരു കൊട്ടാരങ്ങൾ പണിത ആ ഒരു സിമിത്തേരി കാണാനായിട്ട് നമ്മള് ഇന്ന് പോവാണ്. ഇന്നത്തെ ട്രാവലിസ്റ്റർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കൂടെ നമ്മുടെ ടീച്ചർമാരുണ്ട്. സഞ്ഞോറീത്ത, ഹലോ, ഹായ് 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 ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ ടീച്ചർമാർ നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളൊരു വില്ലേജിലേക്ക് വന്നിരിക്കണ, നിങ്ങൾക്ക് കാണുമ്പോൾ നിൽക്കുന്ന ഒരു വില്ലേജ് നമ്മൾ കാണാൻ പോണത് അല്ല അച്ഛാ? അപ്പൊ നമ്മളിത് വിചാരിക്കും ഇത് ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന ഒരു വീടാന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുമോ ഇതൊരു ഒരു കല്ലറ പണത്തുണ്ടാക്കിയാന്ന്? ഒരു കൊട്ടാരം പണിത് വെച്ചിരിക്കണല്ലോ അവിടെ. ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ നോക്കിയേ? അതെ 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 അതെ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു കല്ലറയാന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുക. അത്രയും ഗ്ലാസ് കൊണ്ടൊക്കെ വർക്ക് ചെയ്ത് തുറക്കാൻ പറ്റും. കടച്ച് ലോക്ക് ചെയ്ത് വരികട്ടോ. നമ്മുടെ സെഞ്ഞൂർ നമ്മുടെ ടീച്ചർമാരുടെ നമുക്ക് തുറക്കാം. അപ്പൊ ഈ കാണുന്ന ഓരോ നമ്മൾ വീട് പോലെ ഉണ്ടാക്കിയിട്ടുള്ളത് കല്ലറയാന്ന് പറയുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് കേട്ടോ. ഒരു അത്ഭുത കണ്ടന്റ് നമ്മൾ കാണിക്കാൻ പോണത്. നമ്മളൊരു വില്ലേജിന്റെ അകത്തേക്ക് കയറിയിട്ട് വരണ പോലെയാണ്. നോക്കിയാൽ നിങ്ങള് കല്ലറിന് ഓരോ വീടും ഒരു കല്ലരയാക്കി ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ഒരു ഗ്രാമട്ടാ. ഇവര് താമസിക്കുന്ന സ്ഥലം നമ്മള് ഇന്നലെ മുമ്പ് കണ്ടിരുന്നു കേട്ടോ. ഇത് കണ്ട കുരിശ് പള്ളിയേക്കാളും വലിപ്പമുള്ള കല്ലറാട്ടോ. അതായത് നമ്മള് ആ കല്ലറയിലേക്ക് കയറാൻ പോട്ടാ. നമ്മുടെ ഇടവക്കാരുടെയാണ് ഇപ്പൊ ടീച്ചർമാരുടെ അപ്പന്റെയാണ്. ഇവിടുത്തെ ഡിസ്ട്രിക്റ്റിന്റെ അൽക്കാൽദി എന്നാണ് പറയുന്നത്, നമ്മുടെ മേജർ എന്നൊക്കെ പറയുന്നത് പോലെ ആയിരുന്നു പുള്ളി വർഷങ്ങളായിട്ട്. അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടോ വെച്ചിരിക്കുന്നത്. പുള്ളിക്ക് കൊടുത്തിരിക്കുന്ന പുരസ്കാരങ്ങളൊക്കെ അതൊക്കെ ഇവിടെ വെക്കുന്നു. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ പുള്ളിയുടെ ജീവിതകാലത്ത് ചെയ്ത കാര്യങ്ങളിലൊക്കെ ഒരു ചെറിയ ഇതുപോലെ കണ്ടില്ലേ. ഇത് മരിക്കുന്നതിന് മുമ്പ് കൊടുക്കുന്ന ട്രോഫികളും സംഭവങ്ങളൊക്കെ ആൾക്കാരുടെ ആയിരുന്ന സമയത്ത് ഇവിടെ പേരറിഞ്ഞത് റെക്കോണസിമി എന്താന്ന് പറയാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവാർഡുകൾ ആ പുള്ളി ഇരിക്കണോടെ തന്നെ അവാർഡും അയാളുടെ എല്ലാ എന്താ പറയാ മക്കള് അതെല്ലാം കൊണ്ട് ഇവിടെ തന്നെ വെച്ചു കൊടുത്തു. പക്ഷെ നമ്മുടെ ഇപ്പൊ എന്താ പറയാ ഓരോ സമ്മാനങ്ങളും ട്രോഫികളും ഒക്കെ എല്ലാവരും അവിടെ ഇവിടെ കൊച്ചുമക്കള് ദിയാദെ ഫാദേഴ്സ് ഡേക്ക് പുള്ളിക്കാരന്റെ വരച്ച് കൊണ്ടുവച്ചിരിക്കുന്നതാണ്. അപ്പാപ്പനെ കാണിക്കാനായിട്ട് അപ്പനുള്ള സ്നേഹമുണ്ട്. ഈ പിള്ളേര് അപ്പാപ്പനെ കണ്ടിട്ടുണ്ടോണമെന്നില്ല. ഇല്ല. അത് കഴിഞ്ഞിട്ട് ജനിച്ച പിള്ളേർ കുഞ്ഞു പിള്ളേരുടെ പരിപാടികളാണ്.
എന്തൊക്കെയാ നമ്മൾ കാണണം അല്ലെ? ഒരു നമ്മുടെ ലോകത്ത് എന്തൊക്കെ സംഭവിക്കണേ. നമ്മള് കൊറേ പൈസ മുടക്കി എന്തെങ്കിലും അവർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. ഈ കൈ കൊണ്ട് അവരുടെ ആ സ്നേഹം, അവരുടെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളൊക്കെ പിന്നീട് കാണിച്ചു കൊടുക്കുന്നത്. ഫാദേഴ്സ് ഡേയുടെ കാർഡാണ്. കൊച്ചു കൊച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത്. തേമോ പപ്പ, ഐ ലവ് യു ഡാഡി. ഇതൊന്നും കടയിൽ നിന്ന് നമ്മള് ഒരു ക്രിസ്മസ് കാർഡ് മേടിക്കുന്നതല്ല, ഇവര് സ്വന്തം ഉണ്ടാക്കി വെക്കുന്നതാണ്. എന്തായാലും ഒരു ഭാഗ്യം ചെന്ന അപ്പാപ്പനാട്ടോ വന്നിട്ടായാലും അല്ലെ? ഇതൊക്കെ അനുഭവിക്കാനും അതിന് ശേഷം നമ്മളിതൊക്കെ കാണണല്ലോ. ഇതൊക്കെ എഴുതി വെച്ചുള്ളത് തന്നെയാണല്ലേ? നമുക്ക് കണ്ടന്റ് കേട്ടാ. അവരുടെ അപ്പനാട്ടാ മരിച്ചെടുക്കണം അവിടെ. നോക്കി നിങ്ങള് ഓരോ സംഭവം ഭയങ്കര റേഞ്ചിലേക്ക് പോയണല്ലേ? ഇതിന്റെ ലോജിക്ക് നമ്മൾ മനസ്സിലാവണല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഒരു വീട് പണിയണേക്കാളും പൈസ ചെലവിന് ഒരു കല്ലറ പണിത് വെച്ചിരിക്കണ. നോക്കി നോക്കി നിങ്ങൾ ഇവിടുന്ന് നമ്മുടെ നാട്ടിലെ കുരിശുപള്ളിയേക്കാളും വലിപ്പമുള്ള കല്ലറകൾ കേട്ടോ. ഇതൊരു നല്ലൊരു കൺസെപ്റ്റ് ആണ്. നമ്മളൊക്കെ മരിച്ചെടുക്കുമ്പോൾ പിള്ളേർ വന്നിട്ട് നമ്മളങ്ങനെ വന്ന് നോക്കണ ഒരു സന്തോഷം ഒന്ന് ആലോചിക്കല്ലേ? ഒരു പ്രാർത്ഥന ചൊല്ലട്ടെ എൻ്റെ അകത്ത്. ഇതിനുള്ളിൽ നിങ്ങൾ നോക്കി കാണാം. ഇതുണ്ടോ ഓരോരുത്തര് മരിച്ചത് അടക്കി വെച്ചിരിക്കുന്ന കുടുംബക്കല്ലറി വേണ്ട. അങ്ങനെ ഒരു ഏരിയ മൊത്തം ഒരു താമസിക്കുന്ന വീടുകൾ നമ്മൾ ഇന്നലെ നമ്മുടെ പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീട്ടിൽ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ചന് കാണാടാ. ഇത് കണ്ടോ? അതെ, ആൾക്കാർ മരിച്ചു കഴിഞ്ഞിട്ട് ഇനി ഇവരിത് പണിതുപോലെ പണിത് കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ അവന് ഇഷ്ടമുള്ള സാധനം കൊക്കോള. ഇവിടെ ഈ മരിക്കുന്ന അന്ന് മുതല് അവര് അപ്പം മുതലുള്ള അവര് ഈ മരിച്ച ആളുടെ ഇഷ്ടങ്ങളൊക്കെ ഇവർക്ക് ഓർമ്മ വരുന്നു. അപ്പൊ ഓരോന്ന് ട്രീറ്റ് ചെയ്യോളന്നിട്ടല്ലേ? പിന്നെ ഈ നമ്മള് മറ്റേ മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ അടക്കുന്നത് വരെ കഞ്ഞൂടിയില്ല, കരച്ചിലും പിടിക്കലും ഇവരില്ല. ഇവര് ബോഡി ഇങ്ങനെ നടുക്കിരുത്തിയിട്ട് ഇവര് ചുറ്റിനും ഇരുന്ന് ഇവിടത്തെ പിസ്കോടി രാത്രി മൊത്തവും പിന്നെ അയാൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കൊടുക്കുക. പിന്നെ ഈ പാട്ട് ഈ മരിച്ച ആള് ചിലപ്പം നല്ല ഡാൻസ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ പാട്ട് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നല്ല ഈ ഇതൊക്കെ ഇവിടത്തെ എൻജോയ് ഉള്ള ആളി, അല്ലെങ്കിൽ ചില നല്ല ഈ ഇവിടത്തെ മറ്റേ കില്ലാടികളുടെ ഗ്രൂപ്പായിരിക്കും. അപ്പൊ ഈ കില്ലാടികളിലെ വന്നിട്ട് ഈ ബോഡിയും വെച്ച് അതിന് വെച്ച് വലിയ ഗാനമുള്ള ഗ്രൂപ്പൊക്കെ വെച്ചിട്ട് അവര് ഡാൻസ് കളി. ഇവിടത്തെ പരിപാടി എല്ലാവരും ഇതൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. എല്ലാവരും മരിച്ചെടുക്കുമ്പോ ഇവിടെ മരിച്ചു കഴിയുമ്പോൾ അവർക്ക് അങ്ങനെയാണ് അവരുടെ സ്റ്റൈൽ അനുസരിച്ചേ, അല്ലെങ്കിൽ അവർ പറയുന്ന അനുസരിച്ച് ആള് തിരിച്ചു വരും, ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ട് നന്നായിട്ട് ശാന്തമായിട്ട് പറഞ്ഞു വിടുക എന്നുള്ളതാണ്. ഇവർക്ക് ഈ അന്ധവിശ്വാസം കൂടുതലുള്ള ഒരു ജനമാണ് ഈ പെറുവിയൻ. ക്രിസ്ത്യാനിയാണെങ്കിലും അതായത് അവർ ക്രിസ്ത്യാനിയാണേലും അവർക്ക് ഈ അന്ധവിശ്വാസത്തിന് ഒരു കുറവില്ല. അങ്ങനെയുള്ളത് കൊണ്ട് അല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമ്മൾ മരിച്ചെടുക്കുമ്പോ ഈ സിഗരറ്റ് വലിച്ചുകൊണ്ടേ ഇരിക്കണം, പുക നടന്ന അവരുടെ ഒരു വിശ്വാസം അനുസരിച്ച് ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ എപ്പോഴും എന്തെങ്കിലും പുകഞ്ഞോണ്ടിരിക്കണം. അതായത് കുന്തിരിക്കാൻ പോയിച്ചോണ്ടിരിക്കും, സിഗരറ്റ് വലിച്ചോണ്ടിരിക്കും, പിന്നെ വെള്ളം കുടിച്ചോണ്ടിരിക്കും. ഉറങ്ങരുതെന്ന് പറഞ്ഞാൽ ഉറങ്ങിയാൽ നമ്മൾ ഉറങ്ങി കിടക്കുമ്പോൾ ആത്മാവ്, മറ്റേ ആളുടെ ആത്മാവ് നമ്മുടെ അന്ധവിശ്വാസം. പിന്നെ കള്ളു കുടിച്ച് ഫിറ്റ് ആയിട്ട് നിക്കണം അല്ലെ എല്ലാവരും. അതെ, ഉറങ്ങരുത്. ഉറങ്ങുന്നതിന്റെ ശരീരത്തിൽ വരും ബാധ. മിണ്ടേജപ്പോ ആദ്യം കയറി, അത് കാരണം ഇവർക്ക് ഉറങ്ങാനും പറ്റില്ല. ഉറക്കം വന്നാലും ഉറങ്ങാൻ പറ്റില്ല കേട്ടോ, അത് വേറെ കാര്യം. നോക്കി നിങ്ങളൊരു മണിമാളിക കെട്ടി വെച്ചിരിക്കണ നോക്കിയാ, അതെന്റെ ബാക്കിലേക്കുള്ള നീളം നോക്കിയാ. ഇവിടുത്തെ സാധാരണ വീടിന്റെ ഒരു വിഷ്വൽ ഞാൻ കാണിക്കട്ടെ. അവരുടെയൊക്കെ വീട് നമ്മൾ കാണട്ടെ. നമ്മൾ സാധാരണ നമ്മൾ ഈ റിസോർട്ടിന്റെ ഉള്ളിൽ താമസിക്കുന്ന ആൾക്കാരുടെ വീടും ഈ ഒരു സിമിത്തേരി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ. നമ്മൾ ഇങ്ങനത്തെ ഒരു കണ്ടന്റ്, അൺഎക്സ്പെക്ടഡ് കണ്ടന്റ് കിട്ടിയാൽ നമുക്ക് കേട്ട ഒരിക്കൽ കേട്ടാക്കാതെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെയൊക്കെ പണിത് പില്ലറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അതിന്റെ മേൽക്കൂരവിന് പണിതണ്ട കൊട്ടാരം പോലത്തെ വാതിലും സംഭവങ്ങളൊക്കെ കെട്ടി വെച്ചിരിക്കട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഉണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടോ. ഇവർ എത്ര പേരുണ്ട്? 1, 2, 4 അടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ ഒരു ഡോറും സംഭവങ്ങളൊക്കെ വെക്കും. 7 ദിവസത്തെ ഒരു ആഫ്രിക്കൻ യാത്ര പോയാലോ, അതും സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, സാംബിയ എന്ന രാജ്യങ്ങളിലൂടെ. ഒരുപാട് പേര് പറഞ്ഞു ചെറിയ യാത്രകൾ സംഘടിപ്പിക്കാൻ സാധനപ്പാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ അടുത്ത യാത്ര, ഈ യാത്രയിൽ 2 നാച്ചുറൽ വണ്ടേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടനും ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങൾ ഒന്നായിട്ടുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
പൈസ കുറവല്ല, അത് ഉണ്ടെങ്കിൽ വരുന്നതേ ഉള്ളൂ. അതിനുള്ളിൽ പണി കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഇങ്ങനത്തെ ഉള്ളത് മിക്കവാറും ഒരു ഫ്യൂണററി അസോസിയേഷൻ ഉണ്ട്. അവര് തൽക്കാലത്തേക്ക് വരുമ്പോ സ്ഥലമില്ലാത്തവര് തൽക്കാലം അടയ്ക്കും ഇവിടെ. അത് കഴിഞ്ഞിട്ട് അവർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് മാറ്റി അടക്കും. അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഉണ്ട്. അവര് ഇപ്പൊ കുഴിയില്ല, സ്ഥലം മേടിച്ചിട്ടില്ല, ഇപ്പം എമർജൻസി ആയിട്ട് മരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് മാറ്റും. അതെ, മരിച്ച ആൾക്ക് അടിക്കാനുള്ള അവരുടെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞു വെച്ചാൽ ഈ മരിച്ച ആള് വന്ന് കുടിക്കുന്ന, പക്ഷെ കുടിക്കുന്നതല്ല ഇവിടെ രാത്രി വന്ന് കയറുന്നവന്മാരായിരുന്നു. ഇതില് പകുതി മുക്കാലും കുടിച്ചില്ല, ഗ്ലാസ്സിലൊക്കെ ഉണ്ട്. നോക്കിയാ അതേണ്ടാ ബീർ ഇട്ടാ, മരിച്ച ആൾക്ക് ഇതാ ബീർ വെച്ച് കൊടുക്കണ പരിപാടി ഇട്ടാ. വൈറ്റ് ഹൗസ് പോലെ പണിത് വെച്ചിരിക്കണ. നോക്കിയാണ്ടാ മീ മാർദെ കലീന കയാനി. ഇത് നിങ്ങള് ഇതൊരു വൈറ്റ് ഹൗസ് കാണില്ലേ, പക്ഷെ ഇവിടെ നിങ്ങൾ തിരിഞ്ഞു നോക്കിയാണ്ടല്ലോ, അത് ഡെസേർട്ടിന്റെ ഉള്ളിൽ നിൽക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുണ്ടല്ലോ. വിശ്വസിച്ചേ പറ്റൂട്ടാ. ഇതിന്റെ ഡ്രോൺ ഷോട്ട് നമ്മൾ കാണിച്ചു തരാം. ഇവര് ഏരിയയിൽ എവിടെ നോക്കിയാലും ഉണ്ടല്ലോ ഇങ്ങനത്തെ മാളികൾ ഇട്ടാ. ഇതിനെ ഓരോ കെട്ടിടത്തിനും അവർ പറയുന്ന മുസളയോ എന്നാണ് പറയുന്നത്. അതായത് ഓരോ ഫാമിലിക്ക് വേണ്ടിട്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് ഇതിലെ പ്രാർത്ഥനകളൊക്കെ വരുമ്പോൾ ഓരോരുത്തരും നമ്മള് ഞായറാഴ്ചകളിൽ ഇവിടെ പള്ളി കുർബാനയുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവര് മരിച്ചവരുടെ കുർബാന നടത്തുമ്പോൾ നമ്മളിവിടെ വരും. നമ്മൾ നാട്ടിൽ ചെയ്യുന്ന പോലെ ചെറിയ പ്രാർത്ഥനയിൽ വെള്ളമൊക്കെ തെളിച്ച് ആനാമ്പെള്ളമൊക്കെ തെളിച്ച് നമ്മൾ പോകും. നവംബർ 1 ഭയങ്കര ആഘോഷമാണ്. നവംബർ 1 വരുവാണെങ്കിൽ ഇവിടെ ഭയങ്കര ഫീസ്റ്റിന്റെ ഒരു മൂടാണ്. ആൾക്കാർ ഭക്ഷണം, ഈ അപ്പനും അമ്മയ്ക്കും ഇഷ്ടമുള്ള ഭക്ഷണവും സാധനമായിട്ട് വന്ന് 2 ദിവസം ഇവിടെ അങ്ങ് താമസിക്കും. 1-ാം തീയതി 2-ാം തീയതി ഇവിടെ അവധിയാണ്. ഇവിടെ താമസിക്കും. അന്ന് ഫുള്ള് ഇവിടെ താമസിച്ചുകൊണ്ട് വൈകുന്നേരം ഗാനമേള പരിപാടികളൊക്കെ ആയിട്ട് നല്ല ഒരു ടൈലൊക്കെ ഇവിടുത്തെ സാധാരണ വീട്ടിലെ ടൈല് പോയിട്ട് ഒരു സാധനം ഇല്ല. ഇവിടെ ടൈലൊക്കെ വിരിച്ചു നോക്കിയാൽ ആലോചിക്കാൻ പറ്റും നമുക്ക്. ആള് ജനിച്ചാലും മരിച്ചാലും എന്തായാലും ഇവർക്ക് വെള്ളയടിയാ, അല്ല ഒരു പരിപാടി. ഓരോ വെറൈറ്റി മോഡലുകളാണ് കല്ലറുണ്ടാക്കി വെച്ചിരിക്കണടാ. ഇത് അത്ഭുത കാഴ്ച. നമ്മുടെ നാട്ടിലത്തെ അച്ഛന്മാർക്ക് എല്ലാവരും കാണിച്ചു കൊടുക്കും. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ വരണടാ. വീടുകൾ അവര് ഈ കാർബോർഡും ഷീറ്റൊക്കെ വെച്ച വീട് അടിച്ചു വെച്ചിരിക്കുന്നത്. ഇതിനവര് വലിയ വമ്പ ആർക്കിടെക്റ്റിനെ കൊണ്ടുവന്നൊക്കെ ചെയ്യുന്നത്, പ്ലാൻ ചെയ്യണത്. നമ്മുടെ നാട്ടിലത്തെ മില്യനേഴ്സ് മരിച്ചാലും ഈ പറഞ്ഞ പോലെ ചെറിയൊരു 6 അടി മണ്ണ് മാത്രം അവർ കൊടുക്കുക. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ 6 അടി മണ്ണെന്ന് പറയാൻ പറ്റില്ലട്ടാ. ഒരു കൊട്ടാരം മണ്ണ് തന്നെ വേണമെങ്കിൽ പറയാം. 6 അടി മണ്ണിലല്ല ഉറങ്ങണേ, ഒരു കൊട്ടാരത്തിന്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങണേ. ചെറിയ കൊട്ടാരത്തിനകത്ത് മരിച്ചു കിടക്കുമ്പോൾ ചമഞ്ഞു കിടക്കണമെന്ന് പറയില്ല. അതെ അതെ. നമ്മുടെ നാട്ടിലത്തെ മില്യനേഴ്സിന് ഇതൊരു പാടാവട്ടെ. ചിന്തിക്കാൻ പറ്റുമോ? നോക്കി ഇതിന്റെ ഇങ്ങനെ നടക്കുമ്പോഴുണ്ടല്ലോ, എന്താ പറയാ, മീറ്ററുകളോളം ആയിരിക്കും. 1 കിലോമീറ്റർ വീതി ഉണ്ടാവും. നമ്മൾ അവിടെ നിന്ന് നോക്കി അറ്റം വരെ ഇങ്ങനെ ഓരോ കളറുകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാട്ടോ. കേട്ടോ, അറബിക് സ്റ്റൈലുണ്ട്, സ്പാനിഷ് സ്റ്റൈലുണ്ട്, അമേരിക്കൻ സ്റ്റൈലുണ്ട്. എല്ലാ സ്റ്റൈലിലുള്ള വീടും കല്ലറൊക്കെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. നമ്മൾ കടന്നു വന്ന വഴിയാണ് നമ്മൾ കാണുന്നത്. നമ്മളൊരു വില്ലേജിന്റെ അകത്തേക്ക് കയറി നമുക്ക് തോന്നും, പക്ഷെ ഇതൊരു വില്ലേജ് അല്ല, ഇതൊരു ശവക്കല്ലറ എന്ന് പറയുമ്പോൾ ആണ് ഈ പറഞ്ഞ കളികൾ മൊത്തം മാറണം കേട്ടോ. പരമാവധി നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ കാണാത്തൊരു കൺസെപ്റ്റ് ആട്ടോ. നമുക്കിത് കണ്ടിട്ട് അത്ഭുതമായിട്ടിരിക്കണം കേട്ടോ. നടന്നു മുമ്പ് നമ്മുടെ വീട്ടിൽ ചെടിയൊക്കെ വളർത്തി കണ്ടാ, ചെമ്പരത്തി പൂവൊക്കെ ഉണ്ടായി നിൽക്കണുണ്ടോ നോക്കിയാ. ഇതൊരു ശവക്കല്ലറയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യണടാ. ആലോചിക്കാൻ പറ്റും നമുക്ക്. ഒരു പച്ചപ്പ്, ഒരു പോസിറ്റീവ് എനർജി. അതെ അതെ. അല്ല, അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാർ മരിച്ചു കിടക്കുമ്പോൾ അത്രയ്ക്കും നല്ല പോസിറ്റീവ് എനർജിയിൽ മരിച്ചു കിടക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടാവട്ടെ ചിലപ്പോൾ അവർക്ക്. അതന്നെ ആയിരിക്കും ഇതിനുള്ള വലിയ കൺസെപ്റ്റ് വെച്ചാ. ജീവിക്കാൻ പോവാണല്ലോ. അപ്പൊ ഇവിടെ ഭംഗിയായിട്ട് എത്ര കൊല്ലായാലും ഒരു 100 കൊല്ലായാലും സുഖമായിട്ട് ജീവിക്കാമല്ലോ. പക്ഷെ ഇതുവരെ ചെയ്യുന്നത് ബഹുമാനം കൊണ്ടാണ്, അത് പേടി കൊണ്ടാണ്. കൂടുതലും പേടിയാണ്. പേടി കൊണ്ടാണല്ലോ. കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ പണി കിട്ടുമെന്നുള്ള തിരിച്ചു വരുമെന്നുള്ളൊരു പേടി അവർക്കുള്ളത് കൊണ്ടാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ അപ്പന്മാര് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞു. അപ്പൊ നമ്മൾ പറയുവേ, നിങ്ങൾ വീടൊക്കെ ശരിയാക്ക്, എന്തിനാണ് ഇവിടെ ഒന്ന് സെമിത്തേരി വന്നിട്ട്, സെമിത്തേരി എങ്ങനെയാണെങ്കിലും നമ്മള് കുറച്ച് ദിവസം
ഇവിടെ ഉണ്ടാവും. പിന്നെ നമ്മൾ സ്വർഗത്തിലേക്കല്ലേ പോകുന്നത്. അതെ അതെ. പക്ഷെ അവർക്ക് അപ്പോഴും ഈ കൺസെപ്റ്റ് ഇതാണ്, ഈ ആള് തിരിച്ചു വരും, നമ്മളെ പേടിപ്പിക്കും, നമ്മളെ കാലെ പിടിച്ച് വലിക്കും, കയ്യെ പിടിച്ച് വലിക്കും എന്നുള്ള പേടി കൊണ്ടാണ്, അന്ധവിശ്വാസം കൊണ്ടുണ്ടോ? ഈ സിമെട്രി മുനിസിപ്പാലിറ്റിയുടെ ഓണർഷിപ്പിലുള്ളതാണ്. അതിന് സ്ഥലത്തിന് നമ്മൾ കാശ് കൊടുക്കണം. ഇത് പണിയുന്നതിന് പെർമിഷൻ വേണം. പണിയുന്നതിന് പ്രത്യേകം വേറെ കാശ് കൊടുക്കണം. അപ്പം വീട് പെർമിഷൻ മേടിക്കുന്ന പോലെ വീടിന് പെർമിഷൻ മേടിക്കുന്ന പോലെ മേടിച്ച് പ്ലാൻ കൊടുക്കണം. ഓ, കൊടുത്ത് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് നമ്മളല്ലേ ഇവിടെ കാണുന്നത് നമ്മുടെ നാട്ടിലെ ഒരു ഭയങ്കര കാശ് പാർട്ടി എന്ന് പറയുന്ന ഒരാളുടെയാണ് ഈ കാണുന്നതല്ലേ. വലിയ ഫാമിലിയാണ്. ഓ, ഇതൊരു കൊട്ടാരം തന്നെയാണല്ലോ അല്ലേ. അതിന്റെ പൊക്കം തന്നെ നോക്കി ഏകദേശം ഒരു 12 അടി അല്ലേ, 12 അല്ല 15 അടി ഹൈറ്റ് ഉണ്ട് കേട്ടോ. നോക്കിയാ, ഇതൊരു കല്ലറ, ശവക്കല്ലറ കണ്ടോ അവിടുത്തെ ഒരാളെ. ഒരാളെയാണ് അടക്കിയിരിക്കുന്നത്. ഒരാളല്ലേ? ഓ, എന്റെ പൊന്നോ, ആലോചിക്കാൻ പറ്റുമോ? അടുത്ത ആളും മരിക്കുകയാണെങ്കിൽ മുകളിലേക്ക് ഒരു നില കൊണ്ട് കൊടുക്കാം. തമാശ നമ്മുടെ അച്ഛന്റെ ഇടവ പള്ളിക്ക് ഇത്രയും സൗന്ദര്യം. ഇടവ പള്ളി നമ്മൾ വന്നിറങ്ങിയപ്പോ കണ്ടു അല്ലേ. പള്ളിക്ക് ഡിമേല ആ വാതിലൊക്കെ ഫിനിഷിങ് കൊടുത്ത നോക്കി നിങ്ങൾ. ഇത് കണ്ട വാതിലൊക്കെ ഫിനിഷിങ് കണ്ട. അതായിരിക്കുന്ന വലിയ പാൻ അടിയിലെ കൊക്കക്കോള, ബിയർ, ക്യാൻ ബിയർ ഒക്കെ ഇരിക്കണട്ടാ. പെട്ടിരിക്കണല്ലേ. ആ, ഓക്കെ 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 ഓക്കെ, പെട്ടിരിക്കണേട്ടാ ആ ഉള്ളില്. അപ്പൊ അവൻ അതിലതിനണ്ട അങ്ങനെയൊക്കെ എങ്ങനെ മരിക്കണടാ. മരിക്കുമ്പോ ഏതാ ലെവല് പൈസ മരിച്ചേട്ടാ അവൻ. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പെട്ടി കണ്ണാടി കൂട്ടി വെച്ചിരിക്കുന്ന കാണുന്നത്. വിശുദ്ധന്മാരുടെ ഇതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഇത് ആദ്യമായിട്ട് കാണുന്നത്. കണ്ണാടി കൂട്ടിനകത്ത് വെച്ചിരിക്കുന്നത് എന്താ കാണ കാഴ്ച അല്ലേ. ഞങ്ങൾ പെറു എന്ന് പറഞ്ഞാൽ അത്ര സാമ്പത്തികമായി ഞങ്ങൾ പുറകിലാണെങ്കിലും മറ്റു പല കാര്യങ്ങൾ മരിച്ചെടുക്കുമ്പോ ചമ്മഞ്ഞൊക്കെ എടുക്കലോ. ഈ സൈഡിൽ കൂടിയും അതുപോലെ തന്നെയാണ്. രണ്ട് സൈഡിലും ഉണ്ട്. അങ്ങേ അപ്പുറത്തും ഉണ്ട് ഇതുപോലെ. ഈ സൈഡില് ഇതുപോലെ അങ്ങേ സൈഡിലും അമ്മിമോനും അല്ലേ. രണ്ടുപേരും ഒരുമിച്ച മരിച്ചല്ലോ. ആക്സിഡന്റ് എങ്ങാനാവും അല്ലേ. ഓ പാവം, 2018 മരിച്ചൂട്ടാ. ഇതൊക്കെ നമ്മളിങ്ങനെയൊക്കെ പറയണ്ടെങ്കിലും ഒരുപാട് പേരെ വിഷമങ്ങളും സങ്കടങ്ങളും ഉള്ളതാണ്. ബിയറിന്റെ ബോട്ടിലിടാ നമ്മളിങ്ങനെ പറയുമ്പോ ഇതൊക്കെ കണ്ടന്റും സംഭവങ്ങളൊക്കെ ആയിട്ട് പറയണ്ടെങ്കിലും ഒരുപാട് പേരെ വിഷമങ്ങളും തകർച്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഒരു പള്ളിയുടെ അതേ ഒരു ഫേസ് ഉണ്ട് കേട്ടോ. അത് നോക്കിയേ, ഇത് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ഓരോ ലെയർ പോലെ ഓരോ സെക്ഷൻ തന്നെയാണല്ലേ. ഓരോ സ്ഥലത്തിനും ഇവര് മുനിസിപ്പാലിറ്റി മേടിക്കുന്നത് നമ്മുടെ നാട്ടിൽ 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ ഈ മരുഭൂമിയിലല്ലേ. അവര് വെച്ച വീടിന്റെ സ്ഥലത്തിന് എത്ര സ്ഥലം ഉണ്ടാവില്ലേ. വലിയ അവര് പുറമ്പോക്കിലാവും താമസിക്കണ്ടാവല്ലേ. പിന്നെ ഇത് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ പെർമിഷന് വേറെ കൊടുക്കണം. ഒരു മിനിമം ഒരു 6-7 ലക്ഷം രൂപയല്ലേ. 6-7 ലക്ഷം രൂപയ്ക്ക് ബഡ്ജറ്റ് ചെയ്യണത്. താമസിക്കണത് കുടിലും പുറമ്പോക്കിലും. ഇത് ഒരു ഫാമിലി 3 എണ്ണത്തിനുള്ള സ്ഥലം മേടിച്ചിരിക്കുന്നത്. അവരൊരു ഹോള് പോലെ ആക്കിയിട്ട് കുർബാനയ്ക്ക് ഇവിടെ നടക്കുന്നത്. ഇത് തുറന്നു വെച്ചിട്ടാണ് നമ്മൾ കുർബാന ചെല്ലുന്നത്. ഇവിടെ കുർബാന ചെല്ലും, ആൾക്കാരിരിക്കും. നാട്ടിലെ കുരിശടികൾക്ക് ഇത്രയും വലുപ്പമില്ല. എന്നാലും ആലോചിക്കല്ലേ, കരയില്ലാത്ത ഭൂമിയിൽ താമസിച്ചിട്ട് കരയുള്ള ഭൂമിയിൽ മരിച്ചു കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ. അപ്പൊ ഇതിവിടുത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിമിത്തേരിയാണ്. സിമിത്തേരി അനുസരിച്ച് നമ്മുടെ പോലെ അവർ ജീവിക്കുമ്പോൾ അവർക്ക് പുറമ്പോക്കിലാണ് താമസിക്കുന്നത്. പക്ഷെ മരിച്ചു കഴിയുമ്പോൾ സ്വന്തമായിട്ടൊരു സ്ഥലം ഉണ്ടാകുന്നു. അവിടെ പിന്നെ ജീവിതകാലം നിത്യതയിലേക്ക് ജീവിക്കാൻ വേണ്ടിട്ട് അവരവരുടെ വീടുണ്ടാക്കി 5-8 ലക്ഷം രൂപ ചെലവാക്കണോ. 5-8 മിനിമം 5-8 ലക്ഷം രൂപ. ഇതൊക്കെ ഒരു കല്ലറായിട്ട് ഈ കാണുന്നത് ഒരു കല്ലറാണ്. നമ്മൾ ജീവിക്കുന്ന വീടുകൾ, ഇവർ താമസിക്കുന്ന വീടുകളൊക്കെ നമുക്ക് അങ്ങനെ ഒരു തീപ്പെട്ടിക്കൊല്ലി പോലെ കിടക്കണല്ലോ. അതൊക്കെ ഇവർ താമസിക്കുന്ന വീടുകൾ. പക്ഷെ മരിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഇല്ല വെല്ലാണ് താമസിക്കണടാ. ഇതുപോലെ മരുഭൂമിയായിട്ട് കിടക്കുന്ന സ്ഥലത്തിനാണ് അവർ ഇങ്ങനെ ആക്കി എടുക്കണം അല്ലേ. ഇതുപോലെ ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ കാണല്ലോ, മുഴുവൻ ഇതുപോലെ കിടന്ന സ്ഥലങ്ങളാണ്. അവരത് കൺവേർട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇങ്ങനെ ആക്കി ഓരോ സെക്ഷൻ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കണം. നോക്കിയാ കണ്ണെത്താ ദൂരത്തേക്ക് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നവരുടാ. ഇതൊക്കെ ഒരു കോമൺ പ്ലേസ് ആണോ വെച്ചാ. മുനിസിപ്പാലിറ്റി ഇപ്പൊ ഇങ്ങനെ അത്യാവശ്യം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എമർജൻസി ആയിട്ട് മരിക്കുന്നവർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്ഥലം മേടിക്കാൻ കാശില്ലാത്തവർക്ക് വേണ്ടി മുനിസിപ്പാലിറ്റി ഉണ്ടാക്കുന്ന അതിന് ഒരു റേറ്റ് ഉണ്ട്. അത്രയും റേറ്റ് ഉണ്ടാകത്തില്ല, എന്നാലും ഇത് തൽക്കാലത്തേക്ക് സംസ്കരിക്കാൻ വേണ്ടിയുള്ളതാണ്. അത്രയും പൈസ ഇല്ലാത്തവർക്ക് കുറച്ച് പൈസ കൊടുത്ത് മേടിക്കാനായിട്ട് വേറെ സ്ഥലം കൊണ്ട് പകുതി കാശിനുള്ളതാണ് ഈ സ്ഥലങ്ങൾ.
മുനിസിപ്പാലിറ്റി ഒക്കെ കാശുണ്ടാക്കണ നോക്കിയല്ലേ ഇതൊക്കെ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ അല്ലേ ഒരു നമ്മുടെ നാട്ടിൽ അടക്കി വെച്ചിരിപ്പാണ് കേട്ടോ നോക്കിയാ. അപ്പൊ സ്വല്പം പാവപ്പെട്ട ആൾക്കാർ നമ്മുടെ നാട്ടിലേക്കാളും റിച്ച് ആണ് ഇവിടെ നോക്കുമ്പോ അല്ലേ. സ്വല്പം പാവപ്പെട്ടവരാണെങ്കിൽ പോലും അവരുടെ കുഴിമാടമൊക്കെ നല്ല ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടോ, പൂക്കളൊക്കെ വെച്ച് ഇലയൊക്കെ പിടിപ്പിച്ചില്ലേ. ഒരു അത്യപൂർവ്വ കാഴ്ച കേട്ടാ. ഇവിടെയും ചില സ്ഥലത്തൊക്കെ ഉണ്ട് വലുത് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. അപ്പുറ സൈഡില് വലുത് തന്നെയല്ലേ. ഈ സൈഡിലാണ് അവർ നമ്മുടെ നാട്ടിലത്തെ ഒരു കൺസെപ്റ്റില് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൺസെപ്റ്റില് പാവപ്പെട്ടവരാണ് കണ്ടതിന്റെ വലിപ്പം. അതെ അതെ നല്ല കളർഫുൾ ആയിട്ട് ഇവിടെയും ഇങ്കാക്കോളയും കൊക്കോളയും വെച്ചിട്ടുണ്ട് അവർക്ക് അല്ലേ. സകല സാധനം വെക്കും. ഇതിപ്പോ ഇവിടെ വന്ന് കണ്ടായ ഇതിപ്പോ കഴിഞ്ഞ പ്രാവശ്യം വന്ന് വെച്ചിട്ട് പോയിരിക്കുന്നതാണ്. എന്നിട്ട് കോളയൊക്കെ വെച്ചിരിക്കുന്നതാണ്. കോള ഇതാണ് ബിയർ അല്ലേ, ബിയറാണ്. അടിയിൽ കോള വെച്ചിരിക്കുന്നു. എന്ത് വേണമെങ്കിൽ എടുത്ത് കുടിക്കാം. എന്ത് പറഞ്ഞ പോലെ വൈകുന്നേരം കള്ളുകുടിയന്മാരുണ്ട്, അവര് വന്ന് കുടിക്കും. അതാണ് അവർക്ക് ഫ്രീ ആയിട്ട് കള്ള് കിട്ടുന്ന സ്ഥലം സെമിത്തേരി. ആകെ ആ പേരിലൂടെ പ്രൊമോട്ട് ചെയ്യാന്നല്ലേ. സംബരാനെ ആത്മാക്കളൊക്കെ അനുഗ്രഹിക്കണേ. ബ്രാൻഡില്ലേ റമ്മാണല്ലേ, പുള്ളിക്ക് ഇഷ്ടമുള്ള റമ്മ എത്രയും കുടിച്ച് തീർത്തിട്ടുണ്ട്. പയ്യെ പയ്യെ വന്ന് അവര് തീർത്തോളൂ. തലക്കടക്കന്നെ തലേരെ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. കാണുമ്പോ വിചാരിക്കുന്നു എന്റെ അപ്പ കുടിച്ചോണ്ടിരിക്കുകയാണ്. അന്ന് പിന്നെ അടുത്ത പ്രാവശ്യം ഒരു കുപ്പി കൊണ്ട് കൊണ്ടൊക്കെയാണ്. പക്ഷെ എന്താ നോക്കിയ അപ്പന്മാർക്ക് കുടിക്കാൻ ഇതാ കുപ്പി വരട്ടാ. ഈ പാത്രം ഇരിക്കുന്നുണ്ടോ, ഇത് ഭക്ഷണം വെച്ചിരിക്കുന്നതായിരുന്നു. അത് ഭക്ഷണം ഇപ്പൊ പക്ഷികളും പട്ടിയും ഒക്കെ വന്ന് കഴിച്ചിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലൊരു പണ്ടൊരു ഇതുണ്ടല്ലോ, കാക്കയെ കൈകൊട്ടി വിളിച്ച് ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി. ഓരോ നാട്ടിലും ഓരോ കൺസെപ്റ്റില്ലേ. നമ്മുടെ ഹിന്ദു കൾച്ചർ പോലെ തന്നെയാണ് നമ്മുടെ ഇങ്ക കൾച്ചേഴ്സ്. അവരും ഒരു റീഇൻകാർണേഷനിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരായിരുന്നു ഇങ്കകൾ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഈവൻ അവർ റിലീജിയൻ മാറിയെങ്കിലും ഈ ചിന്തകളെല്ലാം ഉള്ളതല്ലേ. ഇതൊക്കെ ഫോട്ടോ ഒക്കെ വെച്ച് ഇതൊക്കെ പാവപ്പെട്ടവന്റെ ആണെങ്കിലും അതൊരു ഹെവി ലൈനിലെ പണിതിട്ടുണ്ടാക്കിയിരിക്കണ എന്തൊരു ചെറിയൊരു ചേച്ചിയാണ് കേട്ടോ. നമ്മളിതൊക്കെ പറയുമ്പോൾ ആ മരിച്ചെടുക്കുന്ന ആൾക്കാരുടെ മുഖം കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു വിഷമം തന്നെയാണ്. എന്തൊക്കെ ആണെങ്കിലും അച്ഛനെ അടക്കിനൊക്കെ പോകുമ്പോ ഇവിടെ എങ്ങനെയാ ആൾക്കാരുടെ ഒരു ഇത്. അവര് അടക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അടക്കിന് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മള് കരയുന്ന ഒരു ഏരിയയൊക്കെയാണ് അടക്കുന്നത്. ഇവർക്ക് അങ്ങനെ ഒരു നമ്മുടെ നാട്ടിലെ പോലെ നമ്മളൊരു സെമിത്തേരി കയറി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് സെമിത്തേരിക്കാരും പേടിയാ അല്ലേ. നമ്മൾ വല്ലൊരാഴ്ചക്ക് വരുവോ അവിടെ പ്രേതം ഉണ്ടോ ഉണ്ടെന്ന് പിടിച്ചു. പക്ഷെ ഇവിടെ കയറിയ ആ സെമിത്തേരി കയറി എന്നുള്ള ഒരു ഇതില്ല. സെമിത്തേരി വാറണ്ടടിക്കാന്ന് പറയും. അവർക്ക് അങ്ങനെ പേഴ്സണൽ ബന്ധങ്ങൾ കുറവായതുകൊണ്ട് അങ്ങനെ കരയുന്ന നമ്മുടെ നാട്ടിലെ പോലെ കരയുന്ന ഒന്നും കാണാതില്ല. അവരുടെ ഇതനുസരിച്ച് മരിച്ചടക്കിന്റെ കുർബാന എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ മുഴുവൻ ആൾക്കാരും ആൺ പെണ്ണ് അടക്കം എല്ലാവരും നല്ല മദ്യപിച്ച് പൂസായിട്ടാണ് വരുന്നത് കുർബാനയ്ക്ക് വരുമ്പോൾ. പക്ഷെ നമുക്കിത് മാറ്റാൻ ഇവിടുത്തെ കൾച്ചറിനെ ഒരിക്കലും മാറ്റി കളയാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ മാറ്റുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഒരു ട്രഡീഷൻ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് അത് സമയമെടുക്കും. പക്ഷെ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പോലും ഇത് തുടരുന്നുണ്ടെങ്കിൽ മാറ്റാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ അതെ. എന്തായാലും നമുക്കൊരു കാണാ കാഴ്ച തന്നെയാണത്. ഇതും ഇതാണോ കല്ലറയാണോ? പള്ളിയാണല്ലേ. അത് മുനിസിപ്പാലിറ്റിയാണ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ. ഞായറാഴ്ചകളിൽ നമ്മളിവിടെ കുർബാന ഇല്ലാറുണ്ട്. ഞായറാഴ്ചയും പിന്നെ മരിച്ചവരുടെ കുർബാന ഉള്ളപ്പോ അവര് പ്രോഗ്രാമുകൾ ആൾക്കാർക്ക് നിൽക്കാനൊരു തടസ്സമില്ല. നിറച്ച് നല്ലൊരു ഗ്രൗണ്ട് ഉണ്ട്. പൂക്കട ഉണ്ടല്ലോ ഇടയ്ക്ക്. അതായത് അവര് ട്രഡീഷൻ അനുസരിച്ച് വരുമ്പോ വിസിറ്റ് ചെയ്യാൻ വരുമ്പോ ഒരു ഇത് പൂ കൊണ്ടിരുന്ന് വെക്കണം എന്നുള്ള ട്രഡീഷൻ ഉണ്ടല്ലേ. അവര് ഇവിടെ തന്നെ പൂക്കച്ചവടം, ഇതെല്ലാം പൂക്കച്ചവടമാണ്. ഇതൊക്കെ ഒന്ന് അടച്ചു കട. ഞായറാഴ്ച ആകുമ്പോ ഫുൾ ഓപ്പൺ ആവല്ലേ, ബിസിനസ് നടക്കണ്ടേ. എന്താ മരിച്ചവർക്ക് കുടിക്കാനായിട്ടുള്ള പെപ്സിയും കൊക്കോളൊക്കെ നമുക്ക് ഇവിടെ മേടിക്കാൻ പറ്റൂടാ. വേണ്ട ഇങ്കാ കോള എല്ലാ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് തണുപ്പിച്ച് കൊടുക്കണം, തണുപ്പിച്ചും കൊടുക്കാം. ഇതൊക്കെ ഒരു തമാശയൊന്നല്ല നമ്മൾ പറഞ്ഞത്. ഇവിടെ അങ്ങനെയാണ്. തണുത്ത ബീർ കൊടുക്കുക, തണുത്ത വെള്ളം കൊടുക്കുക. എന്താ പറയാ, ചൂട് വരുമ്പോൾ ആൾക്കാർ ഒന്ന് അങ്ങനെ കൊണ്ടു നിൽക്കുക. ഓരോരോ ആചാരങ്ങളല്ലേ. അവരുടെ പള്ളിയുടെ ആ ലുക്കും അവരുടെ സെമിത്തേരിയുടെ ലുക്കും കണ്ടത്. അതന്നെ എന്താ എന്തൊക്കെ ഇവിടെ കാണണെന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ അല്ലേ. ഒരു രക്ഷയില്ലടാ. നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും അടിയിൽ കമന്റ് ചെയ്തോടാ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ അച്ഛാ. ഞങ്ങൾക്ക് ജീവിച്ചിരുമ്പോ തന്നല്ലേ, പിന്നെ ഇപ്പൊ മരിച്ചിട്ട് വേണ്ട. അത്രയും മതി എന്ന് പറയും.
ബിസിനസ് നോക്കുന്ന ആൾക്കാർ നമ്മുടെ ആൾക്കാർ. ഇവർ ജീവിക്കുമ്പോ ബിസിനസ് നോക്കും, മരിക്കുമ്പോ അവരങ്ങാണ്ട് ജനറസ് ആവും. ജീവിക്കുമ്പോ ജനറസ് ആവും, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മള് വല്ല കാലത്തൊക്കെ ഒന്ന് പോയി ഒരു ഓഫീസൊക്കെ ചെല്ലുക എന്നുള്ളതല്ലോ. എന്തായാലും സൈഡിൽ ഇങ്ങനെ ചെറിയ സെമിത്തേരികളൊക്കെ ഇപ്പം നമ്മളെ ഇവിടുത്തെ ഇത് കണ്ടില്ലേ, മുനിസിപ്പാലിറ്റി സ്റ്റൈൽ അങ്ങനെ ആക്കി. സ്ഥലത്തിന്റെ കുറവ്, അങ്ങനെ ഒരു പരിമിതി കൂടി ഉണ്ട്. നമ്മുടെ നാട്ടിൽ സ്ഥലം കിട്ടാനില്ലടാ. ഇവരുടെ ആണ്ടിന്റെ ദിവസം ഇവര് ഇതുപോലെ തന്നെ എല്ലാരും കൂടി അവിടെ വരും, വീട്ടുകാരെല്ലാം കൂടി അവിടെ വന്ന് ദിവസം മുഴുവൻ ആണ്ടിന് അവര് തലേദിവസം വന്നിട്ട് എന്റെ ബർത്ത്ഡേക്കും ആണ്ടിനും അവർക്കൊരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആളുടെ ബർത്ത്ഡേക്കും ആണ്ടിനും വരിക, കുർബാന ചെല്ലിക്കുക, അതുപോലെ തന്നെ ഈ വരുന്ന ആൾക്കാർക്ക് മുഴുവൻ ആ പുള്ളിക്ക് ഇഷ്ടമുള്ള ഭക്ഷണവും ബാക്കി സാധനങ്ങൾ കൊടുക്കുക. ആ പുള്ളിയുടെ മുമ്പിൽ വെച്ചിട്ട് ഉപയോഗിച്ച് കൊടുക്കുക. അതാണ് അവരുടെ ഒരു സന്തോഷം. എന്താ അവര് ചുരുക്കം പറഞ്ഞ സെമിത്തേരിക്കകത്താണ് പാർട്ടി പീരീഡ് ആണ്. അത് ഇച്ചിരി കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഇവര് ഇമോഷണൽ ആകത്തുള്ളൂ. അപ്പൊ ആ കള്ളു കുടി കഴിയുമ്പോ കുറച്ച് കരച്ചില്, ബഹളം, പരിപാടികളൊക്കെ ഉണ്ട്. അല്ല, ഇവര് ഈ നമ്മുടെ നാട്ടില് വാശിക്ക് വീട് വെക്കുന്ന പോലെ ഇവിടെ ആൾക്കാർ വാശിക്ക് സെമിത്തേരി പണിയണട്ടാ. അവരുടെ ഒരു സ്റ്റാറ്റസിന്റെ ഇതാണ്. സ്റ്റാറ്റസ് ഹെവി ആണെങ്കിൽ ഹെവി ആയിട്ട് പണിയണം. നമ്മുടെ നാട്ടിൽ അയൽപക്കത്തെ കണ്ടിട്ട് അവർ അതിനേക്കാൾ ഇത്തിരി കൂട്ടി വീട് പണിയും 5 മീറ്റർ കൂട്ടി വെക്കും. ഇവര് അതേ ഇത് തന്നെ കൺസെപ്റ്റ്. അതന്നെ കളർ റേറ്റ് മാറും. വോൾക്കാനിക് ആണോ? വോൾക്കാനിക് സ്റ്റോൺ ഉണ്ടല്ലേ. നമ്മളിതിന്റെ ഒരു വീഡിയോ വരാൻ നമുക്ക് സ്റ്റെപ്പില് നമ്മള് വോൾക്കാനിക് സ്റ്റോൺ ആണ്. ഇതെല്ലാം വോൾക്കാനിക് സ്റ്റോൺ ആണ്. വോൾക്കാനിക് സ്റ്റോൺ ഉണ്ട്. അത്രയ്ക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള വീടിന്റെ പണിയാണ്, അല്ലെങ്കിൽ ശവക്കലർ പണിയുണ്ടോ നോക്കിയാൽ വോൾക്കാനിക് സ്റ്റോണിന്റെ ഇത് കണ്ടോ, പ്രത്യേകത ഉണ്ട്. നിങ്ങള് ഇവിടെ ഒരു പുലി അല്ല, ഇവിടെ ഒരു ഫാമിലിയാണ് കേട്ടോ. കണ്ടാ ഫാമിലി 2014 19 മരിച്ചു കേട്ടോ. തമ്പുരാനെ, ഇവിടത്തെ കൺസ്ട്രക്ഷന്റെ ആൾക്കാർക്കൊക്കെ മില്യനേഴ്സ് ആണല്ലോ വെച്ചാ. അതെ, ഇതിപ്പോ ഒരു മരണം പോലെ ഒരു ബിസിനസ് ആണല്ലോ അവർക്ക്. അതായത് ഓരോ ഇത് വിൽക്കുമ്പോഴും 5000 രൂപയാണ്. 5000 സോൾ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ എടുത്ത് ഈ സ്ഥലത്തിന് കൊടുക്കണം. പിന്നെ കെട്ടിടം പണിയുന്ന എങ്ങനെ പോയാലും ഒരു 20,000 സോൾ എന്ന് പറഞ്ഞാൽ 4 ലക്ഷം 5 ലക്ഷം രൂപയാണ് ആകുന്നത്. അതിന് ഒരു വർഷം എത്ര പേര് മരിക്കുന്നുണ്ടാവും? ഒരു വർഷം മിനിമം ഒരു 1000 പേരെ കൂട്ടിക്കും. കാരണം വെച്ചാൽ ഇത് മൊത്തം ഇവിടെ 1,80,000 പോപ്പുലേഷൻ ഉണ്ട് ഈ ഡിസ്ട്രിക്റ്റില്. അത് ഒറ്റ സിമിട്രി ഉള്ളു. ഈ സിമിട്രിയിലാണ് അവിടെ മുഴുവൻ നടക്കുന്നത്. ഇവിടെ ഇത് പണിയാൻ തന്നെ ആൾക്കാർക്ക് തല്ലൂട്ടാവല്ലേ കോൺട്രാക്ടേഴ്സ്. അതെ, ഇത് പണിയാറുണ്ട്. അത് കൃത്യമായിട്ട് പണി, അവർക്ക് കാശ് കൊടുക്കും. അവർക്ക് മുനിസിപ്പാലിറ്റിക്ക് അവര് കുറച്ച് കാശ് കൊടുക്കണം. അപ്പൊ അങ്ങനെ കോൺട്രാക്ട് എടുത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ മരണം തന്നെ ഒരു ബിസിനസ് ആക്കി മാറ്റുകയാണ്. അപ്പൊ അങ്ങനെ വിശേഷങ്ങൾ ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, എവിടെയൊക്കെയോ എന്തൊക്കെയോ പുതുമയും തോന്നിയിട്ടാ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോന്റെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് രൂപത്തിൽ താഴെ കൊടുക്കണം. എന്തായാലും അന്തോനും അച്ഛനും ഒരു പ്രത്യേകം താങ്ക്. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ കണ്ടന്റ് നമുക്ക് പറഞ്ഞ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കാണിച്ചു തന്നതിന്. നാട്ടിലുള്ളവരൊക്കെ കാണട്ടെ എങ്ങനെയാണെന്ന് ഇവിടുത്തെ സെമിത്തേരിയൊക്കെ. അപ്പൊ നമ്മുടെ അപ്പനും അമ്മച്ചിമാരെയൊക്കെ നമ്മൾ ഉള്ളപ്പോൾ നന്നായിട്ട് സ്നേഹിക്കുക. അത് വിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് സ്നേഹിക്കണേക്കാൾ നല്ലത് ഉള്ളപ്പോൾ സ്നേഹിക്കുക. ഇവര് കാണിക്കുന്ന ഒരു സൈഡ് നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പക്ഷെ അതിനൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. മരിച്ചു കഴിഞ്ഞാൽ അവർ ഓർക്കുന്നു, വരുന്നു, അവരുടെ കൂടെ ആയിരിക്കുന്നു, അതിനുവേണ്ടി ഒരു സ്പേസ് ഉണ്ടാക്കിയിടുന്നു. അത് ഏത് മതമായിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ആരാണല്ലോ എല്ലാവരും അപ്പനമ്മമാരെ സ്നേഹിക്കുകയും സ്നേഹിച്ച് ജീവിക്കുകയും ചെയ്യും. താങ്ക് യു അന്തോ, താങ്ക് യു. സന്തോഷിപ്പിക്കുന്ന പേരുവാണിത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോളൂ കേട്ടോ. ട്രാവലിസ്ത